അല്ല, എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരിക രണ്ടാളും? ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങളായിട്ട് പുറത്തു പോയതാ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നീയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല. ആന്റി വെറുതെ വഴക്കുണ്ടാക്കാൻ വരല്ലേ. അയ്യോ, ആരാടാ നിന്റെ ആന്റി? ഇത് നമുക്ക് അവകാശപ്പെട്ട മുതലല്ലേ? നമ്മളല്ലേ ഇത് കഷ്ടപ്പെട്ട് മോഷ്ടിച്ചത്. പക്ഷേ ഇതെടുക്കാൻ വില പറഞ്ഞുറപ്പിച്ച് നമ്മളെ ഏൽപ്പിച്ചൊരാളുണ്ട്. അതാരാണെന്നും എന്താണെന്നും നീ മറന്നുപോരുത്. ആ പേടിയുള്ളോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഇതും കൊണ്ട് മുങ്ങിയനെ. എടാ, പുറത്തേറെ വന്നും തോന്നുന്നു. പോലീസ് പോലീസ് വരുന്നു. നോക്കി നിൽക്കാതെ വിഗ്രഹം എടുത്ത് മാറ്റണം. സാർ, എടോ, എല്ലായിടത്തും പരിശോധിക്കണം. ആ വിഗ്രഹം കെട്ട കള്ളന്മാര് എവിടെ ഉണ്ടെങ്കിലും പൊക്കിയിരിക്കണം. ഈ കേസ് പിടിച്ചാലേ അടുത്തൊരു പ്രമോഷൻ എനിക്ക് ഉറപ്പാ. സാറേ, നമ്മുടെ കാര്യം കൂടെ. എനിക്ക് പ്രമോഷൻ കിട്ടുമ്പോഴേ എന്റെ ടീമിലുള്ള എല്ലാവർക്കും പ്രമോഷനാ. അത് മതി സാറേ, അത് കേട്ടാ മതി. അത് കേട്ടാ പോരാ, ആദ്യം കള്ളന്മാരെ പിടിക്കണം. പോയി നോക്കണോ സാർ? ഈ ഇടിമിന്നൽ പ്രേംനാഥിനോടാണ് കളി. ഇങ്ങ വന്നേ. സാർ, അയ്യോ, എന്തോ സാറേ? ഓടോ. സാറേ, എന്തോ മൂടി വെച്ചേക്കുക. ഇത് മുഴുവൻ ആക്രി സാധനമാണോ? കണ്ടാ തന്നെ അറിഞ്ഞൂടെ? ഏതോ ആക്രി കച്ചവടക്കാരന്മാർ താമസിച്ച സ്ഥലമായത്. ഇവിടെ ഒരുത്തനുമില്ല. വാ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. വാ. ഓക്കെ സാർ. സാറേ, ഇവിടെ പോലീസുകാർ വന്നു. പോലീസോ? അതെ സാറേ. ഓ, ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ടു പറയാറായിട്ടില്ല. അതെ, വിഗ്രഹങ്ങൾ ഇനി അവിടെ വയ്ക്കുന്നത് സേഫ് അല്ല. എത്രയും പെട്ടെന്ന് അത് സാമോലിന്റെ അടുത്ത് എത്തിക്കണം. അതിനുവേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. ശരി സാർ. നിങ്ങളും പിടിക്കപ്പെടാതെ നോക്കണം. നിങ്ങളുടെ ഹിസ്റ്ററി പോലീസുകാർക്ക് അറിയാവുന്നതുകൊണ്ട് പിടിക്കപ്പെട്ടാൽ കുറ്റം സമ്മതിക്കുന്നത് വരെ ഇടികൊള്ളേണ്ടി വരും. സോ ബി കെയർഫുൾ. ശരി സാർ, നോക്കിക്കോളാം. ഓക്കെ, ഞാനേ വിഗ്രഹങ്ങൾ മാറ്റാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അവിടെ നമ്മുടെ ആളുകൾ വരുമ്പോൾ നിങ്ങൾ വിഗ്രഹങ്ങൾ കയറ്റിവിടണം. എന്താ പറഞ്ഞേ? ഓക്കെ സാർ. എന്താ പറഞ്ഞേ? വാ, പറയാം. എത്രയും പെട്ടെന്ന് വിഗ്രഹക്കടത്തുകാരെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് നമ്മളെല്ലാവരും മാക്സിമം എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്യണം. പൃഥ്വി ഇപ്പോഴും നമ്മുടെ സർവൈലൻസിൽ തന്നെയുണ്ട്. അവൻ എന്ത് നീക്കം നടത്തിയാലും നമ്മളപ്പം തന്നെ അറിയും. അയാളെ മാത്രമല്ല,
സാമുവലിനെ നമ്മൾ നിരീക്ഷണത്തിൽ നിർത്തണം. അതെ, വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്താൻ അവർക്ക് സാമുവലിന്റെ അടുത്ത് വിഗ്രഹങ്ങൾ എത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് 2 പേരെയും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ആരുടെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായാലും നമ്മൾ അവരെ ഫോളോ ചെയ്യണം. യവന്മാരെ കൈയോടെ പിടിക്കുമ്പോ ബോണസ് ആയിട്ട് നമുക്ക് മേനോനെ കിട്ടും. ബോണസായല്ല, നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആള് മേനോന. അതിലൊരു സംശയവും വേണ്ട. ഉം. മേനോനിലേക്കുള്ള വഴി മാത്രമാണ് മറ്റുള്ളവർ. അതുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്ന് സംശയിക്കത്തക്ക എന്ത് നീക്കം ഉണ്ടായാലും ഉടനെ വിവരം അറിയിക്കണം. ഓക്കെ ജെഡി. ഈ മിഷനിൽ നമുക്ക് കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്താനുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങള്. താര വളരെ സീരിയസാ. ആ പൂർണിമയെ കൊല്ലാനുള്ള വൈരാഗ്യം താരയ്ക്കുണ്ട്. ഓ, അപ്പൊ താര നമുക്കൊരു മുതൽക്കൂട്ടാണല്ലേ? അതെ, ഞാൻ താരയ്ക്കൊപ്പം നിന്ന എന്നെ താരയുടെ ചാനലിന്റെ MD വരെ ആക്കാന്ന് താര പറഞ്ഞു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ അത് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട. ആരോട് സ്നേഹമോ കടപ്പാടോ ഒന്നും ഇല്ലാത്ത കൂട്ടങ്ങളാ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ ഉള്ളൂ. നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങള് അവളിൽ നിന്ന് നേടിയെടുക്കുക. അവൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കുക. പിന്നെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊന്നും കുഴപ്പമില്ല. അവൾ നമുക്ക് ഉപകാരം ചെയ്യുമ്പോ തിരിച്ചു എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ നമ്മളെ കൊണ്ടാവുന്നത് നമ്മളും ചെയ്തു കൊടുക്കണം. ആ വന്നല്ലോ. അല്ല, എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരിക രണ്ടാളും? ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങളായിട്ട് പുറത്തു പോയതാ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നീയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല. ആന്റി വെറുതെ വഴക്കുണ്ടാക്കാൻ വരല്ലേ? അയ്യോ, ആരാടാ നിന്റെ ആന്റി? ഓരോ കള്ളത്തരം കാണിച്ച് ഈ വീട്ടിൽ കയറി പറ്റിയ പോലെ നീ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണോ? നടക്കില്ല, എന്റെ അടുത്തത് നടക്കില്ല. വെറുതെ ഞങ്ങൾക്ക് വഴക്കിന് താല്പര്യമില്ല. അതിനെ ശ്രമിക്കുകയും വേണ്ട. ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. അയ്യോ, സമാധാനോ? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ വീട്ടിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നേ നല്ലത്. ദുർഗ, വാ. അമ്മ ഒരു മറുപടി പോലും പറയാതെ പോകുന്നത് കണ്ടോ? പോട്ടടി മോളെ, എവിടെ വരെ പോകുന്ന എനിക്കൊന്ന് അറിയണമല്ലോ.